ഹായ് ഫ്രണ്ട്സ്, സാപ്പിനാലാളത്തിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ഒരു സയൻസ് ഫിക്ഷൻ ആക്ഷൻ അഡ്വഞ്ചർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവി അല്ല, ഒരു ഫ്രഞ്ച് മൂവി നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഒരു ഡിസാസ്റ്റർ മൂവിയാണ്, പോസ്റ്റ് അപ്പക്കലിപ്റ്റിക് ത്രില്ലറാണ്. ആ ഒരു ഗണത്തിലൊക്കെ പെടുത്താവുന്ന ഒരു സിനിമയാണ്. സിനിമയുടെ പ്ലോട്ട് എന്താണെന്ന് നോക്കിയാൽ, ഒരു ദിവസം എന്താ പറയാ, ഒരു രാത്രി പകലാകുമ്പോഴേക്കും കടലിലെ വെള്ളം മൊത്തം വറ്റി വരണ്ടു പോവുകയാണ്. പിന്നെ ഭൂമിയിൽ കടൽ എന്ന് പറഞ്ഞ സംഭവമല്ല. ആ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ഒരു സിനിമയിൽ പിന്നെ ഒരു ഫാമിലിയുടെ സർവൈവ് ആണ് കാണിക്കുന്ന സംഭവം. അതായത് ടോമും ഭാര്യ, മകൻ, ഇവരാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. അപ്പൊ അവരുടെ മകന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് കടലിലേക്ക് പോവുകയാണ്. ഇവരുടെ ഒരു ഹൗസിംഗ് ബോട്ട് എടുത്തിട്ട് ഇവർ കടലിലേക്ക് പോവുകയാണ്. അപ്പൊ കടലിൽ വെച്ചിട്ട് ഇവന്റെ ബർത്ത്ഡേ ആഘോഷിക്കാനായിരിക്കും പ്ലാനിങ്. പകൽ സമയത്ത് ഇവർ കടലിൽ നിന്ന് മീൻ പിടിക്കുന്നുണ്ട്, കടലിൽ ചാടി കടലിൽ നിന്ന് നീന്തുന്നുണ്ട്, കുളിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ആ സമയങ്ങളിലൊക്കെ കടൽ എന്തോ ഒരു മിസ്റ്ററി, കടൽ എന്തോ ഒരു സംഭവം നടക്കുന്നുണ്ട്, എന്തോ ഒരു നിഗൂഢമായ എന്തോ ഒരു സംഭവം നടക്കുന്നതായിട്ട് ഇവർക്ക് ഫീൽ ആവുന്നുണ്ട്. പക്ഷെ എന്താ സംഭവിക്കുന്നത് ഇവർക്ക് മനസ്സിലാവുന്നില്ല. അന്ന് രാത്രി അന്ന് കേക്കൊക്കെ കട്ട് ചെയ്ത് ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് ഇരിക്കുന്ന സമയത്ത് അവിടേക്ക് ഉൽക്കകൾ വന്ന് പതിക്കുകയാണ്, കടലിലേക്ക് ഉൽക്കകൾ വന്ന് പതിക്കുകയാണ്. ഇവർ വേഗം ഉള്ളിൽ കയറി മൊത്തം ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ടിട്ട് അവർ സേഫായി നിൽക്കും. ആ സമയത്ത് ഭയങ്കരമായിട്ട് എന്തൊക്കെയോ സംഭവങ്ങൾ പുറത്ത് നടക്കുന്നുണ്ട്, എന്താണെന്ന് മനസ്സിലാവില്ല. പിറ്റേന്ന് രാവിലെ ഇവർക്ക് പരിക്കുകളോ പറ്റിയിട്ടുണ്ടാവും, ചെറിയ ചെറിയ പരിക്കുകളൊക്കെ പറ്റിയിട്ടുണ്ടാവും. പക്ഷെ പിറ്റേന്ന് രാവിലെ ഇവർ പുറത്തെടുത്ത് നോക്കിയ സമയത്ത് ഇവരെവിടെയാന്ന് മനസ്സിലാവില്ല. ഒരു തുള്ളി വെള്ളം പോലും എവിടെ ഉണ്ടാവില്ല. അവിടെ എവിടെ ചെറിയ ചെറിയ വെള്ളക്കെട്ടുകളൊക്കെ ഉണ്ടെങ്കിലും പക്ഷെ കടൽ മൊത്തം ഒരു വിജനമായ ഒരു മരുഭൂമി പോലെ കിടക്കാണ്, നോക്കത്താ ദൂരത്തോളം. ആ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. സർവൈവ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഒരു ആക്ഷൻ അഡ്വഞ്ചർ സർവൈവിംഗ് സർവൈവയുടെ മൂവിയാണ്. അപ്പോൾ ഈ ഒരു സിനിമ ഫ്രഞ്ച് മൂവിയാണ്, ഈ കഴിഞ്ഞ മാസം റിലീസ് ചെയ്ത സിനിമയാണ്. കിടിലൻ സിനിമയാണ്, ഒരു ഒന്നൊന്നര മൂവി തന്നെ പറയാം. ആ ഒരു കൺസെപ്റ്റ് അടിപൊളിയായിരുന്നു. അപ്പോൾ അവർ പിന്നെ ആ ഒരു ഫാമിലിയുടെ അതിജീവനാണ്. അവരെങ്ങനെ രക്ഷപ്പെടും എന്നുള്ളതാണ് സിനിമയിൽ 1.5 മണിക്കൂർ മൊത്തത്തിൽ കാണിച്ചു പോകുന്നത്. പിന്നീട് കാണിക്കുന്ന അതാണ് സംഭവം എന്നുള്ളത്. അവരവിടുന്ന് രക്ഷപ്പെടുമോ, പിന്നെയും വെള്ളം തിരിച്ചു വരുമോ, എന്താണ് പുറത്ത്, അതായത് കരയിലെ അവസ്ഥ എന്താണ് എന്നൊന്നും ഇവർക്കറിയില്ല. അവിടെ എന്തൊക്കെയോ സംഭവിച്ചിരിക്കുന്നുള്ള അറിയാം, പക്ഷെ എന്താണെന്ന് അറിയില്ല. അതൊക്കെ കാണിച്ചു തരുന്ന സംഭവമാണ്. കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. ഈ ഒരു ഫാമിലി കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. ഒരു സൈക്കോ വരുന്നുണ്ട്, അങ്ങനെ കുറെ ആൾക്കാർ വരുന്നുണ്ട്. അപ്പൊ കിടിലൻ പെർഫോമൻസുകളായിരുന്നു എന്നുള്ളതാണ്. പിന്നെ ക്യാമറ കാഴ്ചകൾ, വിഷ്വൽസ്, കാര്യങ്ങളൊക്കെ അടിപൊളിയായി ചെയ്തിട്ടുള്ളതാണ്. എന്തായാലും ഈ സർവൈവിംഗ് ത്രില്ലർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും ഒന്ന് കണ്ടു നോക്കാവുന്ന ഒരു കിടിലൻ ഐറ്റം തന്നെയാണ് സർവൈവ് എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ എന്നുള്ളത്. സൈറ്റുകളിലൊക്കെ അവൈലബിൾ ആണ്. ആമസോൺ പ്രൈമിൽ, ഇന്ത്യക്ക് പുറത്ത് ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. ഹിന്ദി ഭാഷയിൽ അവൈലബിൾ ആണ്, ഇംഗ്ലീഷ് ഹിന്ദി ഭാഷയിൽ അവൈലബിൾ ആണ്. കണ്ടു നോക്കാവുന്ന ഒരു സിനിമയാണ്. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു സിനിമ എന്നുള്ളത്. ആ ഒരു കൺസെപ്റ്റ് ആ ഒരു അടിപൊളിയായിരുന്നു. സംഭവം കടലിലെ വെള്ളം മൊത്തം ഒരു ദിവസം നേരം വെളുക്കുമ്പോഴേക്കും വറ്റി വരണ്ട് പോകുക എന്നൊക്കെ പറയുമ്പോൾ പിന്നെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ വന്നാൽ തന്നെ കരയിലെ അവസ്ഥ എന്തായിരിക്കും, അതൊക്കെ ആലോചിക്കുമ്പോൾ ഒരു ടെൻഷനാണ് സംഭവം. അത് ഇവർക്കൊക്കെ ഇതുപോലുള്ള കൺസെപ്റ്റുകൾ കൊണ്ടുവരാനും അത് നമുക്ക് സിനിമയായിട്ട് കൊണ്ടുവരാനും ഒക്കെ പറ്റുള്ളൂ എന്നുള്ളതാണ്. എന്തായാലും കണ്ടു നോക്കാം. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു സിനിമ. ഇതിനോടകം തന്നെ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇതുപോലുള്ള സിനിമ റിവ്യൂസ്, സീരീസ് റിവ്യൂസ്, OTT അപ്ഡേറ്റുകൾ എന്നീ വീഡിയോസാണ് ഞാൻ എൻ്റെ ചാനലിലൂടെ ഇടാറുള്ളത്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് മുന്നിലേക്ക് ബെൽ ബട്ടൺ കൂടി ഇനാബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഒക്കെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.